മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയുടെ പിറന്നാൾ ദിവസം മോഹിനി ഒരു വധുവിനെ പോലെ ഒരുക്കിയാണ് മഹാലക്ഷ്മി. എന്നിട്ട് മോഹിനി ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഒരു വധുവിനെ പോലെ ഒരുക്കിയാണോ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ എടുത്തു തന്ന സാരിയിൽ അമ്മ അതീവ സുന്ദരിയായിട്ട് തന്നെ കണ്ണേട്ടനൊന്ന് കാണട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ സുന്ദരിയായിട്ട് തന്നെ ഒരുക്കുകയാണ് മഹി. അതേസമയം കരുണയാണെങ്കിൽ മുത്തശ്ശിയോടും പ്രതാപനോടുമായിട്ട് പറയുന്നുണ്ട്, ഒരാൾക്ക് ഒരു ജോലിയും കൂലിയും ഒന്നുമില്ലെങ്കിലും ഏത് നേരം എന്തെങ്കിലും എഴുത്തുകുത്തുകളുമായിട്ട് ഇരിക്കുന്നത് കാണാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതങ്ങനെയാണ് മോളെ, ചില ആളുകൾ അങ്ങനെയെല്ലാം കുത്തിക്കുറിച്ചുകൊണ്ടൊക്കെ തന്നെ ഇരിക്കുമെന്നെല്ലാം മുത്തശ്ശി പറയുകയാണ്. അതേസമയം കരുണ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് നടക്കാൻ കഴിയും, അങ്ങനെ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ലക്ഷ്മിയുടെ ഭർത്താവിനാണെങ്കിൽ നടക്കാൻ കഴിയില്ല. അവളാണെങ്കിൽ ആ വീൽ ചെയറുള്ള ആളുടെ കൂടെ നടന്നു പോകുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സമാധാനമാണ് കിട്ടുന്നതെന്നെല്ലാം മുത്തശ്ശിയോടും പ്രതാപനോടായിട്ട് പറയുമ്പോൾ അവരെല്ലാം അതിന് സമ്മതമായിട്ട് കൊണ്ട് തലയാട്ടുകയാണ്. ലക്ഷ്മിയുടെ ഭർത്താവിന് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവൾ നമ്മളുടെ മുന്നിൽ കൂടെ അയാളെ നടത്തിക്കൊണ്ട് വന്നേനെയല്ല എന്നെല്ലാം കരുണ പറയുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും ഒരു നിവൃത്തിയില്ലാതെ എല്ലാം തലയാട്ടുന്നു. പിന്നീട് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, അച്ഛനെന്ന അയാളുടെ അച്ഛനെ കൊന്നുകളഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ അയാളും കൂടി അന്ന് മരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാനും ഉണ്ണിയേട്ടനും കമലേശ്വരത്തും നല്ലൊരു സന്തോഷകരമായൊരു ജീവിതം നയിച്ചേനെ എന്നെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്ന പ്രതാപനും മുത്തശ്ശിക്കുമാണെങ്കിൽ ആകെ സങ്കടമാകുന്നുണ്ട്. അവരാഗ്രഹിച്ചതുപോലെ തന്നെയാണല്ലോ മോള് പറയുന്നതെന്നെല്ലാം ഓർത്ത് പ്രതാപനാണെങ്കിൽ മാറി നിൽക്കുന്നത് കാണുമ്പോൾ കരുണ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ഞാൻ പറഞ്ഞതിന് ശേഷം അച്ഛൻ എന്താണ് ആലോചിക്കുന്നതെന്ന് പറയുമ്പോൾ മോള് പറഞ്ഞ കാര്യം തന്നെയാണ് മോളെ ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ സങ്കടപ്പെട്ട് തന്നെ നിൽക്കുന്നു. പിന്നീട് മോഹിനിയുടെ പിറന്നാൾ ആഘോഷം വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കുകയാണ്. അവർ 3 പേരും കൂടെ തന്നെ കേക്കെല്ലാം കട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം വളരെ അസൂയോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പ്രതാപനും മുത്തശ്ശിയും. അതിനിടയിൽ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, നടക്കാൻ പറ്റുന്നവൻ്റെ അഭിനയം കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ പതിയാണെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യം പറയരുത്, നമ്മളുടെ മോൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അപ്പം തന്നെ നിൻ്റെ മുന്നിൽ കെട്ടിത്തൂങ്ങി ചാകുമെന്നെല്ലാം പറയുകയാണ്. മോഹിനി കൊടുക്കുന്ന കേക്കെല്ലാം വളരെ മനസ്സോടുകൂടി തന്നെയാണ് പ്രതാപനും മുത്തശ്ശിയും വാങ്ങുന്നത്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ഇത്രയൊക്കെ ആയിട്ടും ഈ ഒരുക്കമൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അമ്മേനെ കണ്ടാൽ ഇപ്പോൾ 35 വയസ്സേ തോന്നിക്കുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി പറയുന്നുണ്ട്, അപ്പം പ്രായമൊക്കെ കുറച്ച് നടന്നാൽ മതിയെന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെയെങ്കിലും പ്രായം തോന്നുന്നത് ഇതുപോലുള്ള ഒരാളുടെ കൂടെ ജീവിച്ചത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അമ്മയ്ക്ക് പ്രായം തോന്നുകയില്ലായിരുന്നു എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും പ്രതാപനുമാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. മോന് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം, കരുണമോളുടെ മുന്നിൽ വെച്ച് മോനിങ്ങനെ നടന്ന് കാണിക്കരുതെന്നെല്ലാം പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ മുന്നിൽ നടന്ന് കാണിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ അതിനൊരു അവസരം നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നെല്ലാം പറയുമ്പോഴേക്കും മുത്തശ്ശിയും പ്രതാപനും ആകെ വല്ലാതെ നിൽക്കുകയാണ്. പിന്നീട് പോകാനിറങ്ങുന്ന കരുണയോടായിട്ട് പ്രതാപം പറയുന്നുണ്ട്, മോളെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, മോളുടെ ജീവിതം സന്തോഷകരമായിട്ട് തന്നെ ഈ അച്ഛൻ നോക്കിക്കോളാം, അതിനുമുള്ള അവസരം എനിക്ക് തരണം, ഓരോ അവസരങ്ങളും അച്ഛൻ നല്ല രീതിക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നെല്ലാം പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, എന്താണെങ്കിലും വേണ്ടിയില്ല, എനിക്ക് ഈ ജീവിതം ഇങ്ങനെ ജീവിച്ച് മടുത്തു, ഇങ്ങനെയെല്ലാം പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ അവിടെ നിന്നും പോവുകയാണ്. ദുർഗയാണെങ്കിൽ ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്നോർത്ത് വാതിലിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴേക്കും മഞ്ജുവാണ് അങ്ങോട്ട് വരുന്നത്. മഞ്ജുവിനെ കാണുന്നതും ദുർഗയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിനെയും കൂട്ടിയാണ് മഹിയും കണ്ണനും കൂടെ വരുന്നത്. എന്നിട്ട് കണ്ണനാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്, ഇവളിവിടെ കുറച്ച് ദിവസം കാണും, അതുകൊണ്ട് ഇവളുടെ കുഞ്ഞിനെ കൊല്ലാനൊന്നും ആരും ഒന്നും ആലോചിക്കേണ്ട, അതുകൊണ്ട് അതുപോലത്തെ രീതിക്കെല്ലാം മുതിർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്നെല്ലാം കണ്ണനാണെങ്കിൽ ദുർഗയോടായിട്ട് താക്കീത് ചെയ്യുന്നുണ്ട്. ദുർഗയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും വളരെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് വരുന്ന കരുണയെ കാണുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, ഇനി നീ ഒന്നും ഭയക്കാനില്ല, നിൻ്റെ എല്ലാ കാര്യങ്ങളും കരുണ നോക്കിക്കോളും, കരുണയാണെങ്കിൽ ഇപ്പോൾ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പ്രാപ്തിയായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കരുണയാണ് നിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കാൻ പോകുന്നതെന്നെല്ലാം കരുണയുടെ മുന്നിൽ വെച്ച് തന്നെ മഞ്ജുവിനോട് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കരുണയ്ക്കാണെങ്കിൽ വളരെ ദേഷ്യം വരികയാണ്. അവർ പോയതിന് ശേഷം കരുണയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്, ഞാൻ സഹിക്കാവുന്നതിൻ്റെ അപ്പുറം സഹിച്ചു കഴിഞ്ഞു, ഇതിൻ്റെ അപ്പുറം സഹിക്കാൻ എന്നെക്കൊണ്ട് ഇനി പറ്റില്ല, അതുകൊണ്ട് എന്താണെങ്കിലും രണ്ടിലൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ഞാനെന്ന് പറയുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, മോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, മഞ്ജുവിൻ്റെ കുഞ്ഞല്ല നഷ്ടപ്പെടാൻ പോകുന്നത്, ആ മഹാലക്ഷ്മിയുടെ കുഞ്ഞാണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്നെല്ലാം ദുർഗയോടായിട്ട് കരുണ പറയുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, അതിന് മോളിപ്പോൾ അവരുടെ പിറകെയല്ല എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പോകുന്നത്, പിന്നെ എങ്ങനെയാണ്
ഇതൊക്കെ നടക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അതൊക്കെ നോക്കിക്കോ, അതൊക്കെ ഒരു ദിവസം നടന്നിരിക്കും, അമ്മ തന്നെ അപ്പോൾ ഞെട്ടിപ്പോകുമെന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇനിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ തന്നെ മോളെ ഒരു വേലക്കാരിയുടെ സ്ഥാനത്താണ് അവൾ കണ്ടിരിക്കുന്നതെന്നെല്ലാം പറയുന്നത് കേട്ട് കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.